അല്ല, ആറന്മുളയിൽ എന്ത് പൂർത്തീകരിക്കാത്ത പദ്ധതിയാണുള്ളത്, അല്ലെങ്കിൽ പൂർത്തീകരിച്ച പദ്ധതി ഏതാണുള്ളത്, എന്താ ഉള്ളത്? എന്താണ് ഈ ആറന്മുളയെക്കുറിച്ച് ഇവരുടെ കാഴ്ചപ്പാടെന്താ? എൽ ഡി എഫിനും യു ഡി എഫിനും ആറന്മുളയെക്കുറിച്ച് എന്തെങ്കിലും ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടോ? കയ്യും കാലും ഒഴിഞ്ഞൊരു വാഹനാപകടത്തിൽ പരിക്കേറ്റ് രണ്ട് ശസ്ത്രക്രിയ നടത്തി രക്ഷപ്പെടാൻ വേണ്ടി വന്നതാണ്. രക്ഷപ്പെടാൻ വന്നത് എരുതിയിൽ നിന്നും വറചട്ടിയിലേക്ക് വീണെന്ന് പറഞ്ഞതുപോലെയാണ് അവസ്ഥ. എന്താ ഇങ്ങനെ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഇതേക്കുറിച്ച് എന്താ പറയാനുള്ളത്? അവരെന്തെങ്കിലും അനുശോചനം വെച്ചു? 5 വീട്ടിൽ പോയി ചെന്ന് സമസ്താപരാധം പറഞ്ഞോ, മാപ്പ് പറഞ്ഞോ? പറയേണ്ടതല്ലേ മനുഷ്യത്വം ഉണ്ടെങ്കിൽ. ആറന്മുളയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി മുതിർന്ന ബി.ജെ.പി. നേതാവ് കൂടിയായിട്ടുള്ള കുമ്മനം രാജശേഖരനാണ് നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയുണ്ട് വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ്? എല്ലാവരും വളരെ അനുഭാവപൂർവമായ അനുകൂലമായ ഒരു പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ആറന്മുളയുടെ വിമോചനം ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. കാരണം ഇത്രയും നാളുകളോളമായി അവഗണനയുടെയും എല്ലാവിധത്തിലുമുള്ള ഈ ചവിട്ടിത്താഴ്ത്തലിൻ്റെയും ഒക്കെ പേരിലുണ്ടായ ഉത്കണ്ഠയിൽ നിന്നും അമർഷത്തിൽ നിന്നുമാണ് അവരൊരു വിമോചനം ആഗ്രഹിക്കുന്നത്. മതിയായി എന്നവർ പറയുന്നു. എൽ ഡി എഫ് യു ഡി എഫ് ഞങ്ങൾക്ക് മതിയായി. ഇപ്പോൾ യു ഡി എഫ് പറയുന്നത് ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ പൂർത്തീകരിക്കാത്ത പദ്ധതികൾ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്യും. എൽ ഡി എഫ് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ആറന്മുള പാടെ മാറി എന്നുള്ളതാണ്. അല്ല, ആറന്മുളയിൽ എന്ത് പൂർത്തീകരിക്കാത്ത പദ്ധതിയാണുള്ളത്, അല്ലെങ്കിൽ പൂർത്തീകരിച്ച പദ്ധതി ഏതാണുള്ളത്, എന്താ ഉള്ളത്? എന്താണ് ഈ ആറന്മുളയെക്കുറിച്ച് ഇവരുടെ കാഴ്ചപ്പാടെന്താ? എൽ ഡി എഫിനും യു ഡി എഫിനും ആറന്മുളയെക്കുറിച്ച് എന്തെങ്കിലും ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടോ? ഈ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് 5 വർഷം കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? 10 വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? കാരണം ഇത് ലോകത്തിലെ ഏറ്റവും വലിയൊരു ഒരു ടൂറിസം ഒരു കേന്ദ്രമായിട്ട് മാറേണ്ടതാണ്, ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് മാറേണ്ടതാണ്. ഈ ഭാരതത്തിൻ്റെ യശസ്സിൻ്റെ നെറുകയിലേക്ക് കൊണ്ടുവരേണ്ടതാണ് ഈ ആറന്മുള. പക്ഷേ എന്താണ് ചെയ്തിരിക്കുന്നത്? ആറന്മുള ആ സ്റ്റേഡിയം പണിയെന്ന് പറഞ്ഞ് പണിതിട്ടില്ല. അവിടെ പാർക്ക് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് പാർക്കുണ്ടായിട്ടില്ല. മറ്റേ കോഴഞ്ചേരി പാലം പണി പൂർത്തിയാക്കും എന്നൊക്കെ പറഞ്ഞ് എത്ര വർഷങ്ങൾക്ക് മുമ്പ് പണി തുടങ്ങിയതാണ്, ഇപ്പോഴും പൂർത്തിയാക്കിയിട്ടില്ല. പക്ഷേ ഖ്യാതി കിട്ടാൻ വേണ്ടി ഉദ്ഘാടന മഹാമഹം സംഘടിപ്പിച്ചു. അപ്രോച്ച് റോഡ് ഉദ്ഘാടനം, റോഡ് ക്ലോസ്ഡ് എന്നാണ് ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ റോഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഒരു ഉദ്ഘാടനം നടത്തേണ്ട വല്ല കാര്യമുണ്ട്? ഒരു അപ്രോച്ച് റോഡ്. ഇത് പ്രഹസനമാണ്. ഈ പറയുന്ന എൽ ഡി എഫ് യു ഡി എഫ് ഒക്കെ പറയുന്നത് പ്രഹസനമാണ്. അവരൊന്നും ചെയ്തിട്ടില്ല, ഈ നാടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ അവർക്ക് സാധിക്കുകയുമില്ല. കാരണം കാഴ്ചപ്പാടില്ല. അവർക്ക് വേണ്ടത് സ്ഥാനമാണ്, അധികാരമാണ്. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്, അത് ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ ഏത് മുന്നണിക്ക് ദോഷകരമായിട്ട് വരും, ഏത് മുന്നണിക്ക് പോസിറ്റീവായിട്ട് വരും? 2 മുന്നണിക്കും എൽ ഡി എഫിനും യു ഡി എഫിനും ദോഷകരമായിട്ട് വരും. കാരണം രണ്ടുപേരും അതിൻ്റെ ഉത്തരവാദികളാണ്. രണ്ടുപേരുടെയും വികലമായ നയം കൊണ്ടും ആ ശബരിമല വിരുദ്ധ സമീപനം കൊണ്ടും സംഭവിച്ചതാണ്. അപ്പോൾ രണ്ടുപേരും അതിൻ്റെ ഉത്തരവാദികളാണ്. ഒരു കൂട്ടർ ഭരിച്ചിരുന്ന കാലത്താണ് കൊടിമര പ്രതിഷ്ഠ നടത്തിയത്. ആ കൂട്ടർ തന്നെ അതിൻ്റെ നേതാക്കന്മാരാണ് അതുമായി ബന്ധപ്പെട്ട് ആ സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിയുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹി പോയതും ഒക്കെ എല്ലാം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരാണ് പ്രതിസ്ഥാനത്തേക്കുന്നത്. 4-5 നേതാക്കന്മാർ ജയിലുകൾക്കുള്ളിലാകേണ്ടി വന്നു. അതിൽ പലരും ഒരു ശിക്ഷാ നടപടിയും കൊടുക്കാൻ സി പി എമ്മിനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നവരാണ്. അത് ജനങ്ങളുടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഇത് ശബരിമല എന്ന് പറയുന്നൊരു ക്ഷേത്രത്തിന് മാത്രം പ്രശ്നമല്ല, എല്ലാ ആരാധനാലയങ്ങളിലും പ്രശ്നമാണ്. ക്രൈസ്തവ ആരാധനാലയങ്ങളായിരുന്നാലും മറ്റ് ആരാധനാലയങ്ങളായിരുന്നു സർക്കാരിൻ്റെ കൈകടത്തലുണ്ടാവുകയും അവിടുത്തെ ഭരണത്തിൽ ഇടപെട്ട് അവിടെ എല്ലാവിധത്തിലുള്ള ക്രമക്കേടുകളും നടത്തുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് കേരളം വരികയാണ്. സർക്കാരിൻ്റെ പിടിമുറുകയാണ്. അപ്പം മതസ്വാതന്ത്ര്യ ധ്വംസനമാണ്, ആരാധനാ സ്വാതന്ത്ര്യ ധ്വംസനമാണ് നടക്കുന്നത്. അത് ഭരണഘടനാദത്തമായിട്ടുള്ള ആ വിശ്വാസികളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളുടെ മേലുള്ള കടന്നാക്രമണമാണ്. അപ്പോൾ ആ നിലയ്ക്കാണ് ഇതിനെ കാണേണ്ടത്. ഇതൊരു മതവിഷയം മാത്രമല്ല, അതിനെക്കുറിച്ച് സാമൂഹ്യ വിഷയമാണ്. റാന്നിയിലും കോന്നിയിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് ദുർബലരാണ് എന്ന് പൊതുവെ ഒരു വിമർശനമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഒരു CPIM ഒരു എൻ ഡി എ ഡീൽ അവിടെ നടക്കുന്നുണ്ടോ? അങ്ങനെ ഒരു വിമർശനം കൂടി ഉയരുന്നുണ്ട്. എൽ ഡി എഫിനും യു ഡി എഫിനും കെട്ടിച്ചമച്ച അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുക, പച്ചനുണ പ്രചരിപ്പിക്കുക. 2 കൂട്ടർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് എൻ ഡി എ തകർക്കാൻ ശ്രമിക്കുന്നത്. കാരണം എൻ ഡി എ തോൽക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് അവരെല്ലാവരും. അവരുടെ പ്രസംഗങ്ങളിലും പ്രവർത്തനങ്ങളിലും എല്ലാം അവർ 2 കൂട്ടരും പറയുന്ന ഒരേ ഒരു കാര്യം എൻ ഡി എക്കെതിരായിട്ടാണ്. എന്താ അതിൻ്റെ കാരണം? എൻ ഡി എ ജയിച്ചു വരികയാണ്. എൻ ഡി എ ജയിച്ചു വന്നു കഴിഞ്ഞാൽ തകരുന്നത് എൽ ഡി എഫ് യു ഡി എഫുമാണ്. അപ്പോൾ 2 കൂട്ടരും പരിക്കേൽക്കും. അതുകൊണ്ടാണ് 2 കൂട്ടരും കൂടി എൻ ഡി എ ഏതെങ്കിലും വിധത്തിൽ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു ബന്ധം, ഒരു അവിശുദ്ധ കൂട്ടുകെട്ട്, ഒത്തുതീർപ്പ് രാഷ്ട്രീയം ഉണ്ട്. ഈ
തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് നടക്കില്ലേ, ആ തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് പോയി ഒരു കമ്പിൽ ഇവിടെ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും കൊടി വെച്ച് കെട്ടി മുദ്രാവാക്യം വിളിച്ച് വോട്ട് ചോദിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഈ കേരളത്തിൽ വന്നിട്ട് ഇവിടെ LDF-ഉം UDF-ഉം പറയുന്നത് കോൺഗ്രസും CPM-ഉം തമ്മിൽ കൂട്ടുകെട്ടാണ്, അല്ല കോൺഗ്രസും NDA-യും തമ്മിൽ കൂട്ടുകെട്ടാണ് എന്ന് CPM-കാർ പറയും. അതുപോലെ കോൺഗ്രസ്സുകാർ പറയും CPM-ഉം BJP-യും തമ്മിലാണ് കൂട്ടുകെട്ട്. ഇതൊക്കെ ആരെ പറ്റിക്കാനാണ്? ഇവിടെ NDA വോട്ട് പിടിക്കും. NDAയ്ക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവുണ്ട്. എല്ലാ സ്ഥാനാർത്ഥികളും പ്രബലരാണ്, ശക്തമായ അടിത്തറയുള്ളവരാണ്. കണ്ടില്ലേ, ഇപ്പോൾ റാന്നിയിലെ കാര്യം പറഞ്ഞില്ലേ, റാന്നിയിലെ റോഡ് ഷോ എത്ര ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്തില്ലേ, ആവേശകരമായ സ്വീകരണമല്ലേ കിട്ടിയത്. അടൂരിൽ എന്താ പ്രശ്നം, വേറെ തിരുവല്ലയിൽ എന്താ പ്രശ്നം, കോന്നിയിൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. എല്ലായിടത്തും NDA സ്ഥാനാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് ബഹുജന പിന്തുണയുണ്ട്, ശക്തമായ ബഹുജന അടിത്തറയുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജ് അവർ തന്നെയാണ് LDF സ്ഥാനാർത്ഥിയായി ആറന്മുള മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ആരോഗ്യവകുപ്പിനെതിരെയുള്ള പല വിമർശനങ്ങളും നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. അതിനെങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത് മണ്ഡലത്തിൽ? ആരോഗ്യ സംരക്ഷണ വിഷയത്തിൽ ദയനീയമായ പരാജയമാണ് വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ICU-വിൽ കിടന്ന, വെന്റിലേറ്ററിൽ കിടന്ന 5 പേരാണ് മരണമടഞ്ഞത്. തീ പിടിച്ചാണ്, പൊള്ളലേറ്റാണ്. അവരവിടെ വന്നത് തന്നെ കൈയും കാലും ഒടിഞ്ഞിട്ടാണ്. കൈയും കാലും ഒടിഞ്ഞ് ഒരു വാഹനാപകടത്തിൽ പരിക്കേറ്റ് 2 ശസ്ത്രക്രിയ നടത്തി രക്ഷപ്പെടാൻ വേണ്ടി വന്നതാണ്. രക്ഷപ്പെടാൻ വന്നത് എരുതിയിൽ നിന്നും വറചട്ടിയിലേക്ക് വീണെന്ന് പറഞ്ഞതുപോലെയാണ് അവസ്ഥ. എന്താ ഇങ്ങനെ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഇതേക്കുറിച്ച് എന്താ പറയാനുള്ളത്? അവരെന്തെങ്കിലും അനുശോചനം വെച്ചു? 5 വീട്ടിൽ പോയി ചെന്ന് സമസ്താപരാധം പറഞ്ഞോ, മാപ്പ് പറഞ്ഞോ? പറയേണ്ടതല്ലേ? മനുഷ്യത്വം ഉണ്ടെങ്കിൽ. കോട്ടയത്തൊരു ആശുപത്രി കെട്ടിടം ഇടിഞ്ഞ് താഴെ വീണു, ഒരാൾ മരിച്ചു. പഴകിയ കെട്ടിടമാണ്, ശരിയാണ്. അതിൻ്റെ ചോട്ടിൽ പോയി നിന്നുകൊണ്ടല്ലേ. എന്തിനാ ഈ പഴയ കെട്ടിടത്തിൻ്റെ ഒക്കെ ചോട്ടിൽ പോയി നിൽക്കാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കുന്ന ഒരാളിൻ്റെ അടുക്കൽ എന്ത് മനുഷ്യത്വപരമായിട്ട് എന്ത് സമീപനം ഉണ്ടാകാൻ പോകുന്നു? ഈ ആരോഗ്യരംഗം, കേരളത്തിലെ ആരോഗ്യരംഗം ഒന്നാകെ തന്നെ ICU-ലാണ്. പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ വകുപ്പ് മന്ത്രിയെക്കുറിച്ച് ഞാനെന്ത് പറയാനാണ്? അതുകൊണ്ട് 10 വർഷം ഇവിടെ MLA ആയിരുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് എന്ത് പറയാനുണ്ട്? ഈ നിയോജകമണ്ഡലത്തിലെ ആരോഗ്യ പ്രശ്നം പരിഹരിച്ചോ? ഇവിടെ നല്ലൊരു ആരോഗ്യ കേന്ദ്രമുണ്ടോ? ഇവിടുത്തെ ജനറൽ ആശുപത്രിയുടെ സ്ഥിതി ഇപ്പോൾ എന്താണ്? കോഴഞ്ചേരി ആശുപത്രിയുടെ സ്ഥിതി എന്താണ്? ഇതിനൊക്കെ ഉത്തരം കൊടുക്കണ്ടേ? അതൊക്കെ ജനങ്ങൾ എണ്ണമിട്ട് അവർ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആറന്മുളയിൽ NDA വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. വലിയ ഭൂരിപക്ഷത്തിൽ ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ NDA വിജയിക്കുമെന്നാണ് NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.